ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് മെയ് 1, എല്ലാ തൊഴിലാളികൾക്കും മെയ് ദിന ആശംസകൾ. അപ്പം രാവിലെയായി എണീറ്റ് മൂത്ത മോന് ജോലിക്ക് പോകണം. അപ്പം നേരത്തെ എണീറ്റ് തുണിയൊക്കെ നനയ്ക്കാൻ ഇട്ട് വാഷിംഗ് മെഷീനിൽ, പിന്നെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ മോനുള്ള കഴിക്കാൻ കൊടുത്തതിന് ശേഷം മോനുള്ള 10 മണിക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കി മോനെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടു. ഇളയാൾക്ക് ബൂരി മതി എന്ന് പറഞ്ഞുകൊണ്ട് ബൂരി ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇളയാളും അവിടെ ഇരുന്ന് ബൂരി കഴിക്കണം. ഞങ്ങളൊക്കെ ബാക്കിയുള്ളവരൊക്കെ കാപ്പി കുടിച്ച്. അപ്പോൾ അതിന് ശേഷം ഒരു പാൽക്കാപ്പി കുടിക്കണമെന്ന് കൊതി തോന്നി. അങ്ങനെ ഒരു പാൽക്കാപ്പിയും കൂടെ ഇട്ടു ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ ഒരു ചെറിയൊരു വിശേഷം നടക്കുന്നത് കൊണ്ട് അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് തിരക്കൊന്നും റോട്ടിലില്ല. ഇന്ന് മെയ് ദിനമില്ലേ, അപ്പം തൊഴിലാളികളൊക്കെ അവിടെ കൊടികളൊക്കെ ഉയർത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിഴക്കേക്കോട്ടയിലുള്ള ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഞാനും ഇളയ മോനും അനിയത്തിയും കൂടെയാണ് ഞങ്ങൾ ചാലയിൽ പോണത് സാധനങ്ങൾ വാങ്ങിക്കാൻ. ഒരു സംശയം ഉണ്ടായിരുന്നു, ഇന്ന് 1-ാം തീയതിയിൽ ചാലക്കടകളൊക്കെ കാണുമോ എന്നൊക്കെ ആലോചിച്ചാണ് ഞങ്ങൾ നടന്നു പോണത്. അപ്പം ഇത് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പത്മനാഭ തിയേറ്ററാണ് കേട്ടോ കണ്ടത് നിങ്ങൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ചാലയ്ക്കകത്തോട്ടുള്ള ഭാഗത്തോട്ട് എത്തി. അപ്പോൾ കടകളൊന്നും തുറന്ന് തുടങ്ങിയില്ല, കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അവിടുത്തെ പൂക്കളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളുടെ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചും കൂടെ ഞങ്ങൾ നടന്നപ്പോൾ അവിടെ നിന്ന് കടകൾ തുറന്ന് വരുന്നുണ്ട്. ഇത് ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മളുടെ പലോഞ്ഞനമൊക്കെ വിൽക്കുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നടന്ന് നമ്മൾക്ക് സാധനം വാങ്ങിക്കേണ്ട കടയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ കടയിൽ ഞങ്ങൾ സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റും കൊടുത്തിട്ട് ഞങ്ങൾ ചാലയ്ക്കകത്ത് കയറി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഇങ്ങനെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് സദ്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം മോനെ അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾക്കിനി പൈനാപ്പിളും നാരങ്ങയും വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി അത് തിരക്കി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാരങ്ങ കിട്ടി, വലിയ 2 നാരങ്ങ കിട്ടി. ഈ 2 നാരങ്ങയ്ക്കും കൂടി 130 രൂപയായിരുന്നു വില വന്നിട്ട്. പിന്നെ ഞങ്ങളിവിടെ വന്ന് 2 പൈനാപ്പിൾ മേടിച്ചു. 2 പൈനാപ്പിളും കൂടെ വാങ്ങിച്ചപ്പം 230 രൂപ നമുക്ക് പൈനാപ്പിളിനും ആയി. അപ്പോൾ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് വന്നും ഇനി പഴം വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഒരു കടയിൽ വന്ന് പഴമൊക്കെ ഞങ്ങൾ നോക്കി. ഞങ്ങൾ രസകദളി പഴമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സാധനം വാങ്ങിക്കേണ്ട സ്ഥലത്ത് വന്നപ്പോൾ അവിടെയും നമ്മളുടെ തൊഴിലാളികൾ കൊടി ഉയർത്തുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കടയിൽ ചേട്ടൻ. ഈ ചേട്ടൻ്റെ കടയിലാണ് ഞങ്ങൾക്ക് സാധനമൊക്കെ തരണത്. അപ്പോൾ സാധനമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ റിക്ഷയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ എത്തി, അനിയത്തിയുടെ വീട്ടിൻ്റെ അവിടെ എത്തി. ഓട്ടോ ഓട്ടിച്ചുന്ന ചെറുക്കൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ഷമയോടെ ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അപ്പം നമ്മുടെ പഴക്കൊല നമുക്കൊന്ന് കെട്ടിത്തൂക്കണം. അപ്പോൾ ഇത് എൻ്റെ മോനാണ്, നിങ്ങൾക്കൊക്കെ അറിയാം പല വീഡിയോയിലും. അപ്പോൾ എൻ്റെ മോന് കാരണവരെ പോലെ പഴക്കൊലയൊക്കെ കെട്ടിത്തൂക്കുകയാണ്. അപ്പം എന്നിട്ട് അനിയത്തിൻ്റെ മോള് പോയപ്പോൾ അവളെ ഒന്ന് കളിയാക്കി. അപ്പോൾ അതിന് ശേഷം ഇനി പച്ചക്കറികളൊക്കെ നമുക്ക് തട്ടണം, ഈ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കണമല്ലേ. അങ്ങനെ സാധനങ്ങളെല്ലാം മോൻ തന്നെ തട്ടി 2 ചാക്കൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ തട്ടി ഇട്ട്. അപ്പം കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് കിട്ടി. അപ്പോൾ അത് നമുക്ക് നേരത്തെ അത് ഫ്രിഡ്ജിനകത്ത് വെക്കണം, ഇല്ലെങ്കിൽ നാളത്തേക്ക് അത് വാടിപ്പോവും. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ പച്ചക്കറികളെല്ലാം സാമ്പാറിന്, തോരത്തിന്, അവിയലിനൊക്കെ ഉള്ള എല്ലാ പച്ചക്കറികളും മോൻ തട്ടിയിട്ടതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൂടെ എടുക്കണം. ആ സമയത്ത് അമ്മ വന്ന് അവിടെ വന്നിരുന്നിട്ട് കുശലം പറയുകയാണ്. അപ്പം മോന് അമ്മയെ വന്നിരുന്ന് കളിയാക്കുകയാണ്. അപ്പം അമ്മ ഞാൻ ഒന്നിനും ഇല്ലേന്ന് പറഞ്ഞിട്ടും മോനോട് തിരിച്ച്
തമാശ പറയുകയാണ് കേട്ടോ. ഇവൻ ഇങ്ങനെയാണ് കേട്ടോ, എല്ലാവരോടും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഞങ്ങൾ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഒന്ന് നോക്കണമല്ലോ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരു കുറവും ഇല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർ ഒരു ലൈക്ക്, ഒന്ന് സബ്സ്ക്രൈബ്, നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കൂട്ടുകാരോട് കാണിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ